ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അവിടെ ജോഡികളെല്ലാവരും പരിചയപ്പെട്ടുകൊണ്ടിരിക്കുക. ശ്രുതിയും ആണെങ്കിൽ തട്ടി വിടുവാണ്. ശ്രുതിക്കാണെങ്കിൽ ബ്രാഞ്ചസ് ലോകമെമ്പാടും ആളെ തുടങ്ങുമെന്നുള്ള രീതിയിലാണ് ശ്രുതി അവിടെ സംസാരിക്കുന്നത്. ഇത് കഴിഞ്ഞ് പിന്നെ രേവതിയുടെ ഒഴിവായി സച്ചിയുടെ. അപ്പോൾ സച്ചി എല്ലാവർക്കും നമസ്കാരം പറഞ്ഞു. താനൊരു ഡ്രൈവറാണെന്നും സ്വയം പരിചയപ്പെടുത്തി. അതിനുശേഷം രേവതി സ്വയം പരിചയപ്പെടുത്താണ്. എൻ്റെ പേര് രേവതി, ഞാൻ എൻ്റെ ജോലി വിൽക്കലാണ്. അപ്പോൾ സ്കൂട്ടറിലാണ് പൂ വിൽക്കുന്നത്. സ്കൂട്ടറിൽ ഒരു ബോക്സൊക്കെ വെച്ചിട്ട് അതിൽ പൂവും മാലയൊക്കെ കൊണ്ടുപോയി ഞാൻ വിൽക്കാറുണ്ട് എന്ന് നമ്മുടെ രേവതി പറഞ്ഞു. അപ്പോഴേക്കും എന്ത് ചെയ്യും, നമ്മുടെ ശ്രീകാന്തും വർഷയും കൈ അടിച്ചു കേട്ടോ. വേറെ ആരും കൈ അടിച്ചില്ല. അപ്പോൾ എല്ലാവരും അവരെ വളരെ മോശം എന്നുള്ള രീതിയിൽ, തീരെ താഴെ തട്ടിലെന്നുള്ള രീതിയിൽ കാണുകയാണ്. അപ്പോൾ ഇതെന്താ ആരും കൈ അടിക്കാതിരിക്കുന്നതെന്ന് അവിടുത്തെ അവതാരിക ചോദിച്ചു. എല്ലാവരും ഒരു കൈ കൂടി കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ എല്ലാവരും കൈ അടിച്ചു. അപ്പോൾ എല്ലാവരോടും അവിടെ പോയിരുന്നോളാൻ പറഞ്ഞു. രേവതിയും സച്ചിയുമാ വന്ന് നിൽക്കുന്ന ആൾക്കാർക്ക് മുന്നിൽ ഒന്നുമല്ല, വട്ടപൂജ്യം എന്നുള്ള രീതിയിലാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് എല്ലാവരും അവിടെ പോയിരുന്നു. പിന്നെ മത്സരങ്ങളൊക്കെ ആരംഭിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ സച്ചി അവിടെ പോയിരുന്ന രേവതിയോട്, നമ്മൾ പരിചയപ്പെടുത്തിയപ്പോൾ ആരും കൈയടിച്ചില്ല, മറ്റുള്ളവരെല്ലാവരും സ്വയം പരിചയപ്പെടുത്തിയപ്പോൾ എല്ലാവരും കൈയടിച്ചില്ലേ എന്ന് സച്ചി ചോദിക്കുക രേവതിയോട്. നമ്മൾ പരിചയപ്പെടുത്തിയപ്പോൾ അതെന്താ അങ്ങനെ? അപ്പോൾ എല്ലാവരും ഒന്നും മിണ്ടിയില്ല, ആരും കൈയടിച്ചില്ല എന്നൊക്കെ ഇങ്ങനെ സങ്കടത്തോടു കൂടി സച്ചി പറയുന്നു. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ജോലി അത്രയ്ക്ക് മോശമാണോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ജോലിക്ക് എന്താ സച്ചേട്ടാ കുറവ്? നമ്മൾ നല്ല ജോലി തന്നെയല്ലേ ചെയ്യുന്നത്? എല്ലാ ജോലിക്കും അതിൻ്റെതായ മഹത്വം ഉണ്ടെന്ന് രേവതി സച്ചിക്ക് പറഞ്ഞു കൊടുക്കുക. മറ്റുള്ളവർ എങ്ങനെ കാണുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട, അതൊക്കെ അവരുടെ ഇഷ്ടമല്ലേ എന്ന് ചോദിച്ചു. അവർ കൈയടിച്ചില്ല എന്ന് കരുതി നമുക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് രേവതി സച്ചിയോട് പറയാം. നമ്മളെ അധ്വാനിച്ച് ജീവിക്കുന്നവരാണെന്നും മത്സരത്തിൽ പങ്കെടുക്കുന്ന മറ്റുള്ളവർ ചെയ്യുന്ന ജോലി പോലെ തന്നെ മഹത്വമുള്ള ജോലി തന്നെയാണ് സച്ചേട്ടനും ചെയ്യുന്നതെന്ന് രേവതി സച്ചിയെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു. സച്ചേട്ടനെ വിശ്വസിച്ച് എല്ലാവരും സച്ചേട്ടൻ്റെ കാറിൽ കയറുന്നില്ല. ഏത് പാതിരാത്രിയിലും യാത്രക്കാരെ സുരക്ഷിതമായിട്ട് സച്ചേട്ടൻ എത്തിക്കുന്നില്ലേ എന്ന് ചോദിച്ചു. പിന്നെ എഞ്ചിനീയറുടെയും ബിസിനസ്സുകാരുടെയും ഡോക്ടറുടെയും ലെക്ചറുടെയും മാത്രമൊന്നും അല്ല ഈ ലോകം, ഡ്രൈവറുടെയും പൂ കെട്ടുന്നവളുടെയും കൂടിയാകട്ടോ എന്നൊക്കെ പറഞ്ഞ് രേവതി സമാധാനിപ്പിക്കും. പിന്നെ പൂ കെട്ടുന്നത് സൂപ്പർ ജോലിയല്ലേ? അപ്പോൾ ദൈവങ്ങളുടെ വിഗ്രഹത്തിൽ ചാർത്തുന്നത് നിങ്ങൾ കിട്ടുന്ന മാലയല്ലേയും ചോദിച്ചു. അതെ, നമുക്ക് ഈ മത്സരത്തിൽ ജയിക്കണം രേവതി, ഉറപ്പായിട്ടും. അപ്പോൾ ഉറപ്പായിട്ടും നമ്മൾ തന്നെ ജയിക്കും സച്ചേട്ടാ എന്ന് രേവതി സച്ചിയോട് പറയും. അപ്പോഴേക്കും അവിടെ കോമ്പറ്റീഷൻ ആരംഭിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്ന കപ്പിൾസിൽ നിന്ന് ലേഡീസ് എല്ലാവരും സ്റ്റേജിലേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ ലേഡീസിനെ എല്ലാവരെയും സ്റ്റേജിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ എല്ലാവരും പോയി സ്റ്റേജിൽ നിൽക്കുന്നു. അപ്പോൾ ബാക്കിയുള്ളവരെല്ലാവരും അവിടെ നിന്ന് ഇങ്ങനെ നോക്കുക. അപ്പോഴത്തേക്കും സച്ചി, അതെ, ഭാര്യയും ഭർത്താവും ചേർന്ന് മത്സരിക്കാതെ എങ്ങനെ ബെസ്റ്റ് കപ്പിൾസിനെ തിരഞ്ഞെടുക്കുക എന്ന് സച്ചി ചോദിച്ചു. നമ്മളെ വിളിക്കാതെ എന്തിനാ അവരെ മാത്രം സ്റ്റേജിലേക്ക് വിളിച്ചേ എന്ന് സച്ചി എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു. അപ്പോഴേക്കും, അയ്യോ കൂൾ, നിങ്ങളെയും വിളിക്കുമെന്നും ഫസ്റ്റ് റൗണ്ടിൽ ലേഡീസ് മാത്രമാണ് മത്സരിക്കുന്നതെന്ന് സച്ചിയോട് അവർ പറഞ്ഞു. അപ്പോൾ ലേഡീസ് ഫസ്റ്റ് അല്ലേ എന്ന് സച്ചി. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞു നമ്മുടെ സച്ചി അവിടെ ഇരിക്കുകയാണ്. അതിനുശേഷം പിന്നെ ഇവർക്കുള്ള ആ ഒരു ടാസ്കുകളും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ്. അങ്ങനെ ഓരോരുത്തരെ കൊണ്ട് അവരവരുടേതായ കഴിവുകളും കാര്യങ്ങളും എല്ലാം സ്വയം സംസാരിപ്പിക്കുക. അപ്പോൾ നമ്മുടെ വർഷയുടെ കയ്യിലേക്ക് മൈക്ക് കൊടുത്തു. അപ്പോൾ വർഷയാണെങ്കിൽ മറ്റൊരാളുടെ വോയിസ് അനുകരിക്കുമെന്നും പറഞ്ഞു. അപ്പോൾ ഞാനൊരു ബ്യൂട്ടീഷ്യൻ ആയതുകൊണ്ട് എനിക്ക് മേക്കപ്പ് ചെയ്യാൻ പറ്റും, ഒരാണിനെ മേക്കപ്പ് ചെയ്ത് ഒരു പെണ്ണാക്കി മാറ്റാൻ എനിക്ക് കഴിയും എന്ന് ഈ ശ്രുതി പറയുവാണ്. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി, കണ്ടോടാ നിൻ്റെ ഭാര്യ ആണിനെ പെണ്ണാക്കി മാറ്റുമെന്ന്, അവൾക്ക് ഓപ്പറേഷൻ ചെയ്യാനൊക്കെ അറിയാമോടാ എന്ന് ശ്രുതി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ശ്രുതിയോട് സച്ചി ചോദിക്കും, മിണ്ടാതിരിക്കണം, മര്യാദയില്ലേ, മേക്കപ്പിൻ്റെ കാര്യമാണ് പറയുന്നതെന്ന് ശ്രുതി അന്നേരം സച്ചിയോട് പറഞ്ഞു. ആ സമയത്ത് പിന്നെ നമ്മുടെ രേവതിയുടെ കയ്യിലേക്കാണ് ഇത് കിട്ടുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ രേവതിക്ക് ഭയങ്കര ടെൻഷൻ അടിച്ച് നിൽക്കുക. അപ്പോൾ രേവതി എന്ത് ടാലൻ്റ് ആണുള്ളതെന്ന് പറയാൻ ഇങ്ങനെ അവർ പറയുമ്പോഴേക്കും നമ്മുടെ രേവതി അത് എനിക്കെന്നും പറഞ്ഞുകൊണ്ട് രേവതി ഇങ്ങനെ ഭയങ്കര ടെൻഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോഴത്തേക്കും ശ്രുതിക്ക് ചിരിയാണ് വരുന്നത്. ശ്രുതി കളിയാക്കി ചിരിക്കുക രേവതിയെ. അപ്പോൾ ഒന്നുമല്ല എന്നും പറഞ്ഞ് ശ്രുതി അവിടെ ഇരിക്കുന്നു. അപ്പോൾ എന്താടാ നിൻ്റെ ഭാര്യയ്ക്ക് എന്താ ഒരു ടാലൻറ്റും ഇല്ലേന്ന് ചോദിച്ചു. അല്ല, ടാലൻ്റ് എന്താണെന്ന് അറിഞ്ഞാലല്ലേ അവൾക്ക് പറയാൻ പറ്റുള്ളൂ എന്നിങ്ങനെ ചോദിച്ച് ശ്രുതി ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ രേവതി അവിടെ നിന്ന് ഇങ്ങനെ വല്ലാതായി ആലോചിക്കുക എന്ത് ചെയ്യണമെന്ന്. ആ സമയത്ത് സച്ചി, എൻ്റെ ഭാര്യ കണ്ണും മൂടി കെട്ടി മാല കെട്ടുമെന്ന് സച്ചി ചാടിക്കയറി പറഞ്ഞു. 3 മിനിറ്റ് കൊണ്ട് 3 മുഴം മാല അവൾ കെട്ടും എന്ന് സച്ചി പറയുമ്പം അതെ, ഞാൻ കണ്ണ് കെട്ടി മാല കെട്ടാം എന്ന് രേവതി ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ സച്ചിയാണ് അത് പറഞ്ഞു കൊടുത്തത്. അത് പിന്നെ വലിയ കാര്യമായിപ്പോയി, ഇതിന്ന് തള്ളാതെ അവിടെ ഇരിക്കടാ എന്ന് ശ്രുതി പറഞ്ഞു. ഇന്ന് പോടാന്ന് സച്ചി പറഞ്ഞു. അപ്പോൾ സച്ചി അത് പറഞ്ഞു കൊടുത്തപ്പം അപ്പോൾ രേവതി സൂപ്പർ, അപ്പം ദാറ്റ്സ് അമേസിങ്, നമുക്ക് ആദ്യത്തെ ആളുടെ പെർഫോമൻസ് തന്നെ കണ്ടാലോ എന്ന് അവർ ചോദിച്ചു. അപ്പോൾ ബാക്കി എല്ലാവരും അവരവരുടെ സീറ്റിലേക്ക് പോയിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഓരോരുത്തരുടെ കഴിവുകളൊക്കെ ഇങ്ങനെ വരിക. അപ്പോൾ ഡാൻസ് കളിക്കുന്നു, പാട്ട് പാടുന്നു,
അതുപോലെ നമ്മുടെ വർഷയാണെങ്കിൽ സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഓരോന്നൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴത്തേക്ക് ശ്രുതി ഓടി അതിൻ്റെ അവതാരികയുടെ അടുത്തേക്ക് ചെന്നിട്ട് അതെ പ്രൈസ് മണി 1,00,000 രൂപയല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അതേന്ന് പറഞ്ഞു. അത് എനിക്കൊരു കാര്യം അറിയാനുണ്ടായിരുന്നേ, ഈ 1,00,000 രൂപയിൽ ടാക്സ് പിടിക്കുമോ? അപ്പോൾ ഇല്ലല്ലോ. ഇല്ല, ഇല്ലല്ലേ. അപ്പോൾ ഈ 1 lakh നമുക്ക് ക്യാഷായിട്ട് കിട്ടുമോ അത് ചെക്കായിട്ടായിരിക്കുമോ? അത് വിൻ ചെയ്യുമ്പോൾ പറയാം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ അപ്പോൾ ഞാൻ ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിച്ചതേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി അവിടെ പോയിരുന്നു. അപ്പോൾ പിന്നെ അവിടെ അടുത്ത ആളുടെ പെർഫോമൻസ് ആയിരുന്നു. അങ്ങനെ എല്ലാവരും അവരവർക്കുള്ള ടാലൻറ്റുകൾ അവിടെ ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അതിനുശേഷം പിന്നെ നമ്മുടെ ശ്രുതി ഒരാളെ മേക്കപ്പ് ചെയ്യുക. ഒരാളെ അവിടെ ഇരുത്തി മേക്കപ്പ് ചെയ്തു. അതിനുശേഷം ഒരു ചേട്ടനെയാണ് മേക്കപ്പ് ചെയ്തത്. ആ ചേട്ടനെ ഒരു പെണ്ണാക്കി കൊണ്ടുവന്ന് അവിടെ ഇരുത്തിയിരിക്കുകയാണ്. അത് കഴിഞ്ഞപ്പോഴേക്കും പാർലറായിട്ട് കാണിച്ചു വെച്ചേക്കുന്നത് കണ്ടോന്ന് പറഞ്ഞ ശ്രുതിയുടെ മുന്നിൽ നിന്ന് സച്ചി ഇങ്ങനെ രേവതിയോട് പറയുമ്പം എന്താടാന്ന് ചോദിച്ചു. ശ്രുതി സച്ചിയോട് നീ ഒന്ന് പോടാ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അവിടെ അങ്ങനെ ഇരിക്കുക കേട്ടോ. സച്ചി ഏട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് രേവതി. അപ്പോൾ താങ്ക് യു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി ഇങ്ങനെ അവിടെ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോയി. ആ ചേട്ടനെ ഒരു ചിരിയൊക്കെ ചിരിച്ച് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ശ്രുതി നിൻ്റെ ഉള്ളിൽ ഇത്രയും ടാലൻ്റൊക്കെ ഉണ്ടായിരുന്നോ? അയ്യോ നീ എല്ലാ ദിവസവും രാവിലെ എന്നെ ഇതുപോലെ മേക്കപ്പ് ചെയ്ത് സുന്ദരനാക്കണം കേട്ടോ എന്ന് ശ്രുതി പറയാം. അയ്യോ അതുപോലെയോ? അതുപോലെ തന്നെ നല്ല രസമായിട്ടുണ്ട് കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ ശ്രുതിയോട് പറഞ്ഞു. ശ്രുതി ഇങ്ങനെ നോക്കുക. അതിനുശേഷം പിന്നെ നമ്മുടെ വർഷ ഇങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യുവാണ്. അങ്ങനെ വർഷ ഓരോ സൗണ്ടുകളൊക്കെ ഇമിറ്റേറ്റ് ചെയ്തു. അടിപൊളി എല്ലാവരും കൈ അടിച്ചു. ആ സമയത്ത് അങ്ങനെ നമ്മുടെ ചന്ദ്രമതിയുടെ സൗണ്ട് എടുത്തിട്ടാണ് ശ്രുതി അവിടെ വർഷ സംസാരിക്കുന്നത്. ശ്രുതിക്ക് കൃത്യമായി ക്ലിക്ക് ചെയ്തു. അല്ല ശ്രുതി അത് നമ്മുടെ അമ്മയുടെ സൗണ്ടല്ലേ? അവൾ നമ്മുടെ അമ്മയെ മനഃപൂർവ്വം കളിയാക്കുന്നല്ലേ? ഇത് വെറും തമാശയല്ലേ ശ്രുതി, അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഞാൻ മെയിൽ വോയിസിൽ സംസാരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വർഷ അത് പറയാം. അത് വേറെ ആരുടെ അല്ല, നമ്മുടെ ശ്രീകാന്തിൻ്റെ. അപ്പോൾ അങ്ങനെ വർഷ ശ്രീകാന്ത് വീട്ടിൽ പറഞ്ഞ ഡയലോഗുകളൊക്കെ ഇവിടെ പറയണു. അപ്പോൾ ശ്രീകാന്ത് ഞെട്ടിപ്പോയി. അപ്പോൾ ശ്രുതി എടാ ശ്രീ നീ ടോട്ടൽ ഡാമേജ് ആയിടാ, നീ ഔട്ട്, നിന്റെ കാര്യം പോയിടാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി ഇങ്ങനെ പറയുമ്പോൾ പോയട്ടാന്ന് പറഞ്ഞു. ശ്രീകാന്ത് അവിടെ ഇരിക്കുക. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മുടെ രേവതി അടുത്തയാളുടെ പെർഫോമൻസ് വന്നു. അങ്ങനെ ഓരോരുത്തരായിട്ട് ഓരോ പെർഫോമൻസുകൾ കാഴ്ചവെക്കുക കേട്ടോ. അങ്ങനെ അവിടുത്തെ മത്സരങ്ങളൊക്കെ ഇങ്ങനെ ഒന്നിനു പിന്നാലെ ഒന്നൊന്നായി ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു. എല്ലാവരും ഭയങ്കര ടാലൻ്റായിട്ട് തന്നെ ചെയ്തു. എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ രേവതിയുടെ മാലകെട്ടൽ, അത് കണ്ണ് കെട്ടി മാലകെട്ടൽ. അപ്പോഴത്തേക്ക് രേവതിക്ക് ടെൻഷനായി. സച്ചേട്ടാ എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ നിന്നെ കൂടെ പറ്റി നീ ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ രേവതി അവിടെ ചെന്നിരിക്കുന്നു. ഒരാൾ വന്ന് രേവതിയുടെ കണ്ണ് മൂടി കെട്ടി. അതിനുശേഷം രേവതി പ്രാർത്ഥനയോടെ അവിടെ ഇരുന്ന് മാല കെട്ടുവാണ്. അങ്ങനെ രേവതി കണ്ണ് കെട്ടി എല്ലാവരേക്കാളും അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് മാല കെട്ടി. ആ സമയത്ത് സച്ചി സൂപ്പർ എന്നൊക്കെ പറഞ്ഞ് ഷൂളും ഒക്കെ വിളിക്കുക. അങ്ങനെ സച്ചി ഇരുന്ന് ഓരോന്നൊക്കെ കാണിക്കുന്നത് കാണുമ്പോഴത്തേക്കും ശ്രുതിക്കും അതൊക്കെ കുറച്ചിൽ എന്താണ് ഈ കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ കാണിക്കും. അപ്പോൾ രേവതി ആ മാല കെട്ടുന്നതിന് വേറെ ആരും കൈ അടിച്ചില്ല. അപ്പോൾ സച്ചി മാത്രം അത് പ്രോത്സാഹിപ്പിക്കുന്നുള്ളൂ. കൾച്ചറൽസ് ഫെലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി അവിടെ നിന്ന് ഭയങ്കര ഡയലോഗ്. ഒന്നും മിണ്ടായിരിക്കടാ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി സച്ചിയോട് ദേഷ്യപ്പെടുമ്പോൾ നീ ആദ്യം മിണ്ടായിരിക്കടാ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ശ്രുതിയോട് ദേഷ്യപ്പെട്ടു. അപ്പോൾ രേവതി ഏട്ടത്തെ പ്രോത്സാഹിപ്പിക്കല്ലേ സച്ചേട്ടൻ എന്ന് ശ്രീകാന്ത് അന്നേരം ചോദിച്ചു. അപ്പോൾ രേവതി അങ്ങനെ തന്നെ വേഗം സമയം 3 മിനിറ്റേ ഉള്ളൂ, വേഗം കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി അവിടെ നിന്ന് രേവതിയോട് പറയണു. അപ്പോൾ ഇത് മിണ്ടാതിരിക്കടാ, ഓഡിയൻസിനെ ഡിസ്റ്റർബ് ചെയ്ത് അവിടെ ഇരിക്കടാ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ സച്ചിയോട് പറയുമ്പോൾ കെട്ടെന്നും പറഞ്ഞങ്ങ് സച്ചി ഇരിക്കാൻ നിർത്തി പോടാ വേട്ടാവിളിയാന്നും പറഞ്ഞുകൊണ്ട് സച്ചി അവിടെ ഇരിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ രേവതി ഒരു മാല കെട്ടി എല്ലാവരുടെയും മുന്നിൽ ഇങ്ങനെ കാണിച്ചു കൊടുത്തു. അപ്പോഴേക്കും സച്ചി ചാടി എഴുന്നേറ്റ് കൈ അടിച്ചു. അപ്പോൾ സൂപ്പർ രേവതി എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഭയങ്കര. അപ്പോഴെല്ലാവരും കൈ അടിച്ചു. ശ്രുതിയും മാത്രം അനങ്ങുന്നില്ല. ജഡ്ജസ് സഹിതം കൈ അടിച്ചു നമ്മുടെ രേവതി മാല കെട്ടിയത്. അപ്പോൾ അവർ ഒരു അന്തം വിട്ടിങ്ങനെ നോക്കുക കേട്ടോ. രേവതി അങ്ങനെ ചെയ്തതിൻ്റെ ആ ജഡ്ജസിൻ്റെ മുഖത്ത് വരെ ഉണ്ടായി. അപ്പോൾ എന്തായാലും അവിടെ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ രേവതി ആ ഒരു സെക്ഷൻ വിൻ ചെയ്തിങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് രേവതിയുടെ കണ്ണ് കെട്ടിയത് അഴിച്ച് അവിടെ രേവതിയെ കുറേ പ്രശംസിക്കുകയൊക്കെ ചെയ്തു. കൺഗ്രാറ്റ്സ് ഒക്കെ പറഞ്ഞു. അപ്പോൾ രേവതിയോട് എന്നിട്ട് സീറ്റിൽ പോയിരുന്നോളാൻ പറഞ്ഞു. രേവതി ഓക്കെ പറഞ്ഞു. അവിടെ സീറ്റിൽ സച്ചിക്കൊപ്പം പോയിരിക്കും കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചേട്ടാന്ന് പറഞ്ഞു രേവതി ഭയങ്കര ഇതായിട്ട് സച്ചിയുടെ അടുത്തേക്ക് സച്ചി ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ഞെക്കി പിടിച്ച് ഇങ്ങനെ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ടെൻഷനായിപ്പോയെന്ന് പറയുമ്പോൾ വേറെ ആർക്കും ഇങ്ങനെ ഒന്നുള്ള ടാലൻ്റ് ഇല്ലല്ലോ, പിന്നെ നിനക്ക് എന്താ കുഴപ്പമെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ രേവതിയോട് പറയാം. അപ്പം നമ്മുടെ ആദ്യ റൗണ്ട് അവസാനിച്ചിരിക്കുകയാണെന്നും എല്ലാവരും നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തു എന്ന കാര്യമൊക്കെ ഇങ്ങനെ അവതാരിക. അപ്പം നമ്മൾ ഇനി സെക്കൻഡ് റൗണ്ടിലേക്കാണ് പോകുന്നതെന്നും പറഞ്ഞ് സെക്കൻഡ് റൗണ്ടിൻ്റെ പേരാണ് ഹൗ ഡു യു ഫീൽ അബൌട്ട് യുവർ പാർട്ട്ണർ എന്നും പറഞ്ഞിങ്ങനെ പറയണം. അപ്പോൾ അത് കേട്ടപ്പോൾ സച്ചിക്ക് മനസ്സിലായില്ല. സച്ചി ഇങ്ങനെ എന്ന് പറഞ്ഞ് നോക്കുക.
അപ്പോൾ കപ്പിൾസ് സ്റ്റേജിൽ വന്ന് ഓപ്പോസിറ്റായി കയ്യിൽ പിടിച്ച് മുഖത്തോട് മുഖം നോക്കിയിരിക്കണം എന്ന് പറഞ്ഞു. പാർട്ട്ണറിനെ കുറിച്ച് നിങ്ങളുടെ മനസ്സിലുള്ളത് പറയുക എന്ന് പറഞ്ഞു. അല്ല, ആരുടെ മുഖത്ത് നോക്കി ഇരിക്കണ്ടേ എന്ന് സച്ചി ചോദിക്കുമ്പം നിങ്ങളുടെ വൈഫിൻ്റെ തന്നെ എന്നും പറഞ്ഞിട്ട് നമ്മുടെ അവതാരിക പറയുമ്പോൾ ദൈവമേ സമാധാനം എന്നും പറഞ്ഞ് സച്ചി ഇരിക്കുക. ഓ ഇവൻ എന്നും പറഞ്ഞിങ്ങനെ ഇരിക്കുക. അപ്പോൾ സെക്കൻഡ് റൗണ്ട് തുടങ്ങുക കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യമായിട്ട് സുധീന്ദ്രനെയും വൈഫ് ശ്രുതിയെയും സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അയ്യോ കേട്ടോ എന്നും പറഞ്ഞ് 2 പേരും കൂടെ അങ്ങ് ചെല്ലുക. അങ്ങനെ അവർ 2 പേരും കൂടി ഇരിക്കുന്നു. അപ്പോൾ ശ്രുതി നിന്നെ ഞാൻ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ഇങ്ങനെ ഇരുന്ന് ശ്രുതിയോട് ഭയങ്കര ഡയലോഗുകൾ കാര്യങ്ങൾ ഇതൊക്കെ കേട്ട് ശ്രുതി ഇങ്ങനെ ഞെളിഞ്ഞ് അങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പം മൊത്തത്തിൽ പൈങ്കിളിയാവുകയാണ്. അപ്പോൾ നീ എന്നെ മനസ്സിലാക്കിയതുപോലെ മറ്റാരും എന്നെ മനസ്സിലാക്കിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഡയലോഗ്. എന്നിൽ നിന്നും നീ ഒന്നും മറച്ചു വയ്ക്കാറുമില്ല എന്നൊക്കെ ശ്രുതി ഇങ്ങനെ ശ്രുതിയോട് പറയാം. അപ്പോഴത്തേക്കും ശ്രുതിയുടെ മുഖം അങ്ങ് വാടി. അങ്ങനെ അല്ലല്ലോ. അപ്പോൾ ഇവരെല്ലാവരും സംസാരവും കാര്യങ്ങളും ഇവരുടെ ആറ്റിറ്റ്യൂഡെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ലൈഫിൽ ശ്രുതി നല്ലത് മാത്രമേ ഇപ്പം നടക്കാറുള്ളൂ എന്നൊക്കെ ശ്രുതിയോട് പറയുക. ശ്രുതി അതിന് കാരണം നീയാണെന്നൊക്കെ ശ്രുതി ഇങ്ങനെ ശ്രുതിയോട് പറയണു. അയ്യോ മതി. അപ്പോൾ ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിൽ ഓരോ രഹസ്യങ്ങളും പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ശ്രുതി അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാം. ശ്രുതി നമ്മൾ ഒന്നും മൂടി വയ്ക്കാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ ആക്കി ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കാം. ഇങ്ങനെയൊക്കെയാണ് ഭാര്യ ഭർത്താക്കന്മാർ ജീവിക്കേണ്ടതെന്ന് നീയാണ് എന്നെ പഠിപ്പിച്ചതെന്നൊക്കെ പറഞ്ഞു. പിന്നെ നിൻ്റെ ലൈഫിൽ എന്ത് നടന്നാലും നീ അതെന്നോട് പറയും അല്ലേ. അങ്ങനെ ശ്രുതി നിന്നിട്ട് എൻ്റെ ശ്രുതിയെക്കുറിച്ച് എനിക്കെല്ലാം അറിയാമെന്നും എനിക്ക് അറിയാൻ പാടില്ലാത്ത ഒരു കാര്യങ്ങൾ പോലും എൻ്റെ ശ്രുതിയുടെ ജീവിതത്തിലില്ല. ഇവരുടെ ജീവിതത്തിൽ ഓരോ ദിവസവും നടക്കുന്നത് ഇവൾ എന്നോട് ഷെയർ ചെയ്യും എന്നൊക്കെ ശ്രുതി ഇങ്ങനെ പറയും കേട്ടോ. അത്രമാത്രം എൻ്റെ ശ്രുതിക്ക് എന്നെ ഇഷ്ടമാണെന്നും പിന്നെ എനിക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ എന്നൊക്കെ ശ്രുതി ഇങ്ങനെ പറയണു. ശ്രുതി ഇരുന്നങ്ങ് ഉരുകുക. ഓരോ റിലേഷൻഷിപ്പിൽ പരസ്പര വിശ്വാസം അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഞങ്ങൾക്കിടയിൽ അത് നന്നായിട്ടുണ്ട്. എൻ്റെ വൈഫിന് ഞാൻ അത്രമാത്രം വിശ്വസിക്കുന്നുണ്ട് എന്നൊക്കെ ശ്രുതി ഇങ്ങനെ എല്ലാവരുടെയും കേൾക്കാൻ പറയുമ്പോൾ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക സച്ചി തലയാട്ടിക്കൊണ്ട്. ആ സമയത്ത് ഇങ്ങനെ ഒരു വൈഫിനെ കിട്ടി ഞാൻ അപ്പോഴത്തേക്കും ശ്രുതി എഴുന്നേറ്റിട്ട് ശ്രുതി മതി ഇനി ഇങ്ങനെ പറയല്ലേ ശ്രുതി ഇനി കൂടുതലൊന്നും പറയണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി അത് തടഞ്ഞു. എന്നിട്ട് കണ്ണൊക്കെ നിറഞ്ഞു ശ്രുതിക്ക് എന്നോട് ഇത്രമാത്രം അഫെക്ഷൻ ഉണ്ടെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായതെന്ന് ശ്രുതിയോട് പറയൂ കേട്ടോ. പിന്നെ ഈ ഒരു മൊമെൻറ്റ് ഞാൻ ജീവിതത്തിൽ മറക്കില്ല എന്നൊക്കെ ശ്രുതി ഇങ്ങനെ ശ്രുതിയോട് പറയണു. 2 പേരും കൂടി ഇങ്ങനെ കയ്യിലൊക്കെ പിടിച്ചു. അപ്പോൾ ശ്രുതിയെപ്പോലെ ഒരു ഭർത്താവിനെ കിട്ടിയ ഞാൻ ശരിക്കും ഭാഗ്യവതിയാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗുകൾ ഇറക്കി ശ്രുതിയും കൂടെ അവിടെ ഇങ്ങനെ സ്റ്റേജിൽ നിൽക്കുക കേട്ടോ. അപ്പോഴത്തേക്കും ശ്രുതിയുടെ കണ്ണൊക്കെ നിറഞ്ഞു, കണ്ണുനീരൊക്കെ തുടച്ച് 2 പേരും ഭയങ്കര നെർവസ് ആയി. പെട്ടെന്ന് ശ്രുതിയാണെങ്കിൽ ശ്രുതിയെ കെട്ടിപ്പിടിച്ചു. അങ്ങനെ അവർ 2 പേരും കൂടി ഭയങ്കര ഇതായിട്ട് നിൽക്കുമ്പോഴേക്കും എല്ലാവരും കൈയടിച്ചു. അപ്പോൾ അവർ ഭയങ്കരമായിട്ട് സ്കോർ ചെയ്തു ആ ഒരു സെക്ഷൻ എന്നുള്ള ഇതിൽ അവിടെ മാർക്കും കാര്യങ്ങളും എല്ലാം എഴുതി വെക്കുകയാണ് ഈ ജഡ്ജസ്. അപ്പോൾ രേവതി കൈ അടിച്ചപ്പോൾ സച്ചി കൈ അടിക്കണ്ട എന്ന് പറഞ്ഞിട്ട് രേവതിയുടെ കൈ അങ്ങ് മാറ്റി വിട്ടു. കൈ അടിക്കരുതെന്നും പറഞ്ഞു. സച്ചി എന്നിട്ട് ഇവരെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുക കേട്ടോ. എന്തായാലും ഇനി അടുത്ത ദിവസത്തെ ആ ഒരു മത്സരത്തിൽ എന്തൊക്കെ പുകിലുകൾ അവിടെ സംഭവിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണണം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ. എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും 1000 നന്ദി അറിയിച്ചുകൊണ്ട് വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ ടാറ്റാ.